ദ്വന്ദ്വ സമാസത്തിൽ ദ്വിത്വം സംഭവിക്കില്ല. പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. നോക്കിക്കേ, ഇടി അധികം മിന്നൽ. കണ്ടോ, ഇടിമിന്നൽ. ഇവിടെ ഉത്തരപദത്തിന്റെ ആദിയിൽ ശിഥിലവർണവുമാണ്, അതുപോലെ തന്നെ ദ്വന്ദ്വ സമാസവുമാണ്. എല്ലാവർക്കും നമസ്കാരം. പരീക്ഷ അടുത്തിരിക്കുന്ന ഈ സമയത്ത് LP-UP പരീക്ഷയിൽ മലയാളത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാം എന്നൊരു പ്രവചനം നടത്താനാണ് ഇന്നത്തെ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കണമെന്നില്ല, എന്നാലും നമ്മൾ പഠിച്ചു വെച്ച പല കാര്യങ്ങളും ഓർത്തെടുക്കാനായിട്ട് ഇന്നത്തെ ചോദ്യ പേപ്പർ സഹായകമാകും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ LP-UP പരീക്ഷകളിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വെള്ളം പോയ പിറകെ മീനും എന്ന പഴഞ്ചൊല്ലിന്റെ സൂചിതമായ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ, പരസ്പരം വേർപിരിക്കാൻ പറ്റാത്ത അടുപ്പം. ഓപ്ഷൻ ബി, ഒരനർത്ഥത്തിന് പിന്നാലെ മറ്റൊരു അനർത്ഥം. ഓപ്ഷൻ സി, യജമാനന് പിന്നാലെ ആശ്രിതൻ പ്രവർത്തിക്കുക. ഓപ്ഷൻ ഡി, കാലത്തിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കുക. ഇതിൽ ഏതാണ് ശരിയായ പ്രയോഗം? അതായത് വെള്ളം പോയ പിറകെ മീനും എന്ന പഴഞ്ചൊല്ലിന്റെ സൂചിതാർത്ഥം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാലത്തിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കുക. അല്ലെ, ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് വെള്ളം പോയ പിറകെ മീനും എന്നുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്: ഗായത്രി മന്ത്രം എന്ന പദത്തിന് സമാനമായ പദയോഗമേത്? പമ്പാനദി, രാജകിരീടം, ദേവപൂജ, സീതാവിരഹം. ഇത് ഘടകപദം അല്ലെങ്കിൽ വിഗ്രഹിക്കലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗായത്രി മന്ത്രം എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? ഗായത്രി എന്ന മന്ത്രം. അതുപോലെ നമുക്ക് ഇവിടെ വിഗ്രഹിക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻ എ ആണ്, പമ്പ എന്ന നദി. അതാണ് അങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്. നിർദ്ദേശിക തൽപുരുഷനാണ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം ഇതാണ്: ഈ കൂട്ടത്തിൽ ആശയത്തിൽ സമാനമല്ലാത്ത പഴഞ്ചൊല്ല് ഏത്? മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്, മതിയുണ്ടെങ്കിൽ സ്മൃതിയുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? സമാനമല്ലാത്ത പഴഞ്ചൊല്ല് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഇത് മൂന്നും ഏതാണ്ട് നമ്മുടെ ആഗ്രഹം, താല്പര്യമുണ്ടെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ സാധ്യതയുമുണ്ട് എന്ന അർത്ഥത്തെ കുറിക്കുന്ന ശൈലികളാണ്. പക്ഷേ ഓപ്ഷൻ ബി അങ്ങനെയല്ല. മതിയുണ്ടെങ്കിൽ സ്മൃതിയുണ്ട്. മതി എന്ന വാക്കിന് ബുദ്ധി എന്നതാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായ അർത്ഥം. സ്മൃതി എന്ന വാക്കിന് ഓർമ്മ എന്നാണ് അർത്ഥം. അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് ഓപ്ഷൻ ബി കൊണ്ട് അർത്ഥമാക്കുന്നത്. ബാക്കി മൂന്നും ആഗ്രഹമുണ്ടെങ്കിൽ സാധിച്ചെടുക്കാം എന്ന അർത്ഥത്തെ കുറിക്കുന്ന ചൊല്ലുകളാണ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദം ഏത്? മഴക്കാലം, പിൽക്കാലം, വാഴക്കുല, വള്ളിക്കെട്ട്. ഇതിലേതാണ് ശരിയായ ഉത്തരം? പിൽക്കാലമാണ് കേട്ടോ. പിൽക്കാലം ആദേശ സന്ധിയാണ്. ബാക്കി മൂന്നും ദ്വിത്വസന്ധിക്കുള്ള ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം ഇതാണ്: കവിൾത്തടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? ഗണ്ഡസ്ഥലം, ഗണ്ഡുകം, ഗണ്ഡാംഗം, ഗണ്ഡോലം. ഏതാ ശരിയായ ഉത്തരം? ഗണ്ഡസ്ഥലമാണ് ശരിയായ ഉത്തരം കേട്ടോ. കവിൾത്തടം, ഗണ്ഡം എന്ന് പറഞ്ഞാലും ഗണ്ഡസ്ഥലം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? കവിൾത്തടം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം: എരിതി എന്നിടത്ത് താ ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട്? എരി അധികം തീയാണ് അല്ലെ, അപ്പൊ ഉത്തരപദം തീയാണ്. അതിലെ താ എന്ന ശബ്ദം സ്വാഭാവികമായിട്ടും ഇരട്ടിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇരട്ടിക്കുന്നില്ല എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, താ വ്യഞ്ജനമായതുകൊണ്ട്. ഓപ്ഷൻ ബി, എരി എന്നത് ക്രിയാധാതു ആയതുകൊണ്ട്. ഓപ്ഷൻ സി, എരി എന്നതിലെ ഇ താലവ്യസ്വരമായതുകൊണ്ട്. ഓപ്ഷൻ ഡി, വിശേഷണവും വിശേഷ്യവും അല്ലാത്തതുകൊണ്ട്. ഇതിലേതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കേട്ടോ. എരിതി, അതിലെ എരി എന്നുള്ളത് ധാതുവാണ്. എരിവ് തുടങ്ങിയ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത് എരി എന്ന ധാതുവിൽ നിന്നാണ്. പൂർവപദം കേവല ധാതുവാണെങ്കിൽ സന്ധിയിൽ ഇരട്ടിപ്പ് സംഭവിക്കില്ല എന്ന ദ്വിത്വസന്ധിയുടെ അപവാദ പ്രകാരമാണ് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തത്.
പക്ഷെ സന്ധി ഏതെന്ന് ചോദിച്ചാൽ ദ്വിത്വസന്ധി എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത ചോദ്യം നോക്കിക്കേ. ജീവിതയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ യാത്ര, ജീവിതമാകുന്ന യാത്ര, ജീവിതം പോലുള്ള യാത്ര, ജീവിതവും യാത്രകളും. ഏതാ ശരിയായ ഉത്തരം? ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ ജീവിതമാകുന്ന യാത്രയാണ്. അപ്പോ ആകുന്ന എന്ന വാക്ക് വെച്ചുകൊണ്ടാണ് ഇവിടെ വിഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് രൂപക തൽപുരുഷനുള്ള ഉദാഹരണം കൂടിയാണ്. അടുത്ത ചോദ്യം ഇതാണ്. വിലയിരുത്തൽ പ്രക്രിയയിൽ സാമൂഹിക വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തി മൂല്യനിർണയം ചെയ്യുന്ന ശേഷി ഏതാണ്? ഉപന്യാസരചന, ശ്രാവ്യവായന, സഹഭാവം, നാടകീകരണം. ഏതാണ് ശരിയായ ഉത്തരം? സഹഭാവം അഥവാ എമ്പതിയാണ് വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തി മൂല്യനിർണയം ചെയ്യുന്ന ശേഷി. ഓക്കെ, അത് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്, വിശദീകരിക്കാം. അടുത്ത ചോദ്യം ഇതാണ്. പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത നിരീക്ഷണം ഏത്? ചോദ്യം നല്ലതുപോലെ വായിച്ചിട്ടേ ഉത്തരം എഴുതാവൂ. ഉൾപ്പെടുന്നത്, ഉൾപ്പെടാത്തത്, ശരിയായത്, ശരിയല്ലാത്തത്, യോജിക്കുന്നത്, യോജിക്കാത്തത്, അങ്ങനെയൊക്കെ പ്രത്യേകം ചോദ്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അത് നല്ലതുപോലെ വായിച്ചിട്ടേ ഉത്തരം എഴുതാവൂ. ഇവിടെ ഉൾപ്പെടാത്ത നിരീക്ഷണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, വസ്തുതകളും പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും വിഷമം നേരിടുന്നു, വേഗത്തിൽ വൈകാരിക സംഘർഷങ്ങൾക്ക് അടിമപ്പെടുന്നു, ഏകാഗ്രത ഇല്ലായ്മ, സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ദർശിക്കാൻ കഴിയില്ല. പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ എയും ബിയും സിയും ഈ പറയുന്ന പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. അവന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഉൾപ്പെടാത്ത നിരീക്ഷണം ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഡിയിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ജ്ഞാനനിർമ്മിതി സങ്കല്പം അനുസരിച്ചുള്ള കവിതാസ്വാദന പ്രക്രിയയിൽ പ്രസക്തമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, കവിതയുടെ ആശയത്തിന്റെ വിശകലനത്തിനും വ്യാഖ്യാനത്തിനും ഉള്ള അവസരം. ഓപ്ഷൻ ബി, കാവ്യഭംഗി കണ്ടെത്താനുള്ള ചർച്ചകളും ചോദ്യങ്ങളും. ഓപ്ഷൻ സി, സമാനാശയമുള്ള കവിതകളുമായി താരതമ്യപ്പെടുത്തൽ. ഓപ്ഷൻ ഡി, കവിതയുടെ ആശയം ആദ്യം അധ്യാപകൻ വിശദീകരിച്ചു കൊടുക്കുന്നു. ഏതാ ശരിയായ ഉത്തരം? ജ്ഞാനനിർമ്മിതി സങ്കല്പം അനുസരിച്ചുള്ള കവിതാസ്വാദന പ്രക്രിയയിൽ പ്രസക്തമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അധ്യാപകന് ഫെസിലിറ്റേറ്ററുടെ റോള് മാത്രമാണുള്ളത്. കവിത വിശദീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും കുട്ടികൾ സംഘം തിരിഞ്ഞ് ഗ്രൂപ്പുകളായിട്ട് ചർച്ച ചെയ്താണ് അവരതിന്റെ അർത്ഥം വിശദീകരിക്കേണ്ടത്. എല്ലാറ്റിനും ഒടുവിൽ മാത്രമാണ് അധ്യാപക മാതൃക അഥവാ ടീച്ചേഴ്സ് മോഡല് അവതരിപ്പിക്കേണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോ ജ്ഞാനനിർമ്മിതി സങ്കല്പത്തിലുള്ള കവിതാസ്വാദന പ്രക്രിയയിൽ അധ്യാപകൻ കവിതയുടെ ആശയം വിശദീകരിച്ചു കൊടുക്കുന്നത് പ്രസക്തമായ കാര്യമല്ല. വ്യക്തമായല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഇതാണ് എന്റെ പേര്, നൃത്തം ചെയ്യുന്ന കുടകൾ, നൃത്തം, ഭാസ്കരമേനവൻ. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് കേട്ടോ. എം മുകുന്ദൻ രചിച്ച നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായിട്ട് അറിയപ്പെടുന്നത്. ദാ നോക്കൂ, ഇവിടെ ഉത്തരസൂചിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 11 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 11 ചോദ്യങ്ങളുടെയും ഉത്തരം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുകൂടി കമന്റ് ചെയ്താൽ വളരെ സന്തോഷം. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വെള്ളം പോയ പിറകെ മീനും എന്ന പഴഞ്ചൊല്ലിന്റെ സൂചിത അർത്ഥം എന്ത്? ഓപ്ഷൻ എ, പരസ്പരം വേർപിരിക്കാൻ പറ്റാത്ത അടുപ്പം. ഒരനർത്ഥത്തിന് പിന്നാലെ മറ്റൊരു അനർത്ഥം. യജമാനനു പിന്നാലെ ആശ്രിതൻ പ്രവർത്തിക്കുക. ഓപ്ഷൻ ഡി, കാലത്തിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കുക. നമ്മൾ ഉത്തരം കണ്ടെത്തിയതാണ്. കാലത്തിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇനി പരസ്പരം വേർപിരിക്കാൻ പറ്റാത്ത അടുപ്പം എന്ന അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന ശൈലി ഏതാണ്? അടയും ചക്കരയും പോലെ എന്ന് പറയാറുണ്ട് അല്ലെ? അടയും ചക്കരയും പോലെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വേർപിരിക്കാനാകാത്ത ആ ഒരു അടുപ്പത്തെ കുറിക്കുന്ന ശൈലിയാണ്. ഒരു അനർത്ഥത്തിന് പിന്നാലെ മറ്റൊരനർത്ഥം എന്ന് വരുന്ന പഴഞ്ചൊല്ല്
ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പ്രയോഗിക്കാറുണ്ട് അല്ലെ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു പ്രയോഗിക്കാറുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. പിന്നെ എന്താ ഉള്ളേ? യജമാനന് പിന്നാലെ ആശ്രിതൻ പ്രവർത്തിക്കുക. യജമാനന് പിന്നാലെ ആശ്രിതൻ പ്രവർത്തിക്കുക, അനുകരിക്കുക, ദാസ്യവേല ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. താളി പിഴിയുക ഒക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും ചില പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ശൈലികൾ ഒന്ന് പരിചയപ്പെടാം. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക എന്നാണ് കേട്ടോ. ആശ്രിതനായി കഴിയുക അല്ലെങ്കിൽ സേവ ചെയ്യുക എന്നല്ല, ദാസ്യവേല ചെയ്യുക എന്നല്ല കേട്ടോ. അത് ഏതാ? ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ ആശ്രിതനായി കഴിയുക എന്നാണ്. ഉപ്പുകൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ ആ ശൈലിയുടെ അർത്ഥം നന്ദി കാണിക്കുക എന്നാണ്. ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എന്നാണ് ശൈലിയുടെ അർത്ഥം. അതുപോലെ കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാകുക എന്നാണ് ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ഒരുപാട് ആഹാരം കഴിക്കരുതെന്നും കിടന്നുകൊണ്ട് ഒരുപാട് നേരം അങ്ങോട്ട് ഉറങ്ങരുത് എന്നുമാണ് ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. സർവത്ര അതിവർജ്യത എന്ന് സംസ്കൃതത്തിൽ പറയാറുണ്ടല്ലോ. ഒന്നും അധികമാകരുത്, അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഗായത്രി മന്ത്രം എന്ന പദയോഗത്തിന് സമാനമായ പദയോഗം ഏത്? ഗായത്രി മന്ത്രം എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? നിർദ്ദേശികാ തൽപുരുഷനാണ് കേട്ടോ. ഗായത്രി എന്ന മന്ത്രം അല്ലെ, പമ്പാ നദി, പമ്പ എന്ന നദി, മാവേലി രാജാവ്, മാവേലി എന്ന രാജാവ്, കണ്ടോ? അങ്ങനെയൊക്കെ വേണം വിഗ്രഹം. ഹിമാലയ പർവ്വതം, ഹിമാലയം എന്ന പർവ്വതം, ഇതൊക്കെ നിർദ്ദേശികാ തൽപുരുഷനാണ്. രണ്ടാമത്തെ വാക്ക് അത് ഏത് ഗണത്തിൽ പെടുന്നു എന്നും ആ ഗണത്തിൽപ്പെടുന്ന ഇതിന്റെ സവിശേഷമായ പേരെന്ത് എന്നുമായിരിക്കും ആദ്യത്തെ വാക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? നിർദ്ദേശിക തൽപുരുഷനായിരിക്കും. രാജകിരീടം എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? രാജാവിന്റെ കിരീടം, അതാണ് എന്ത്? രാജകിരീടം. പിന്നെ അടുത്തത് ദേവപൂജ, ദേവന് ചെയ്യുന്ന പൂജ, അതാണ് എന്ത്? ദേവപൂജ. പിന്നെ എന്താണ്? സീതാവിരഹം, സീതയുടെ വിരഹം എന്നാണ് വിഗ്രഹിക്കേണ്ടത്. കണ്ടോ? ഇത്തരത്തിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില പദയോഗങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹിക്കലുകൾ പരിശോധിക്കാം. സ്ഥല സ്വപ്നം, സഫല സ്വപ്നമല്ല കേട്ടോ. സഫല സ്വപ്നം എന്ന് പറഞ്ഞാൽ സഫലമായ സ്വപ്നമാണ്. ഇത് സ്ഥല സ്വപ്നം, എന്താണ്? സ്ഥലത്തെ കുറിച്ചുള്ള സ്വപ്നമാണ്. ചെമ്പകത്തൈ, ചെമ്പകത്തിന്റെ തൈയാണ്. പൂന്തോട്ടം, പൂക്കൾ നിറഞ്ഞ തോട്ടം, പൂന്തോട്ടം. മുഖഭാവം, മുഖത്തെ ഭാവം. ചലച്ചിത്രം എങ്ങനെ വിഗ്രഹിക്കണം? ചലിക്കുന്ന ചിത്രം. സമയകാല പട്ടിക, സമയവും കാലവും കുറിച്ചിരിക്കുന്ന പട്ടിക. സ്ഫടിക ഭരണി, സ്ഫടികത്തിന്റെ ഭരണി എന്ന് എളുപ്പത്തിൽ വിഗ്രഹിക്കും, പാടില്ല കേട്ടോ. സ്ഫടികം കൊണ്ടുള്ള ഭരണി, അതാണ് ശരിയായ പ്രയോഗം. സ്വർണമാല, സ്വർണത്തിന്റെ മാലയല്ല, മാല നമ്മുടെയാണല്ലോ. അപ്പൊ സ്വർണം കൊണ്ടുള്ള മാല. ഇരുമ്പലമാര, ഇരുമ്പ് കൊണ്ടുള്ള അലമാര, അങ്ങനെ വേണം വിഗ്രഹിക്കാനായിട്ട്. അടുത്ത ചോദ്യം ഇതാണ്: ഈ കൂട്ടത്തിൽ ആശയത്തിൽ സമാനമല്ലാത്ത പഴഞ്ചൊല്ലേത്? നമ്മൾ കണ്ടെത്തിയതാണ് മതിയുണ്ടെങ്കിൽ സ്മൃതിയുണ്ട്. ബാക്കി മൂന്നും ഒരേ അർത്ഥത്തെ കുറിക്കുന്നു. ആഗ്രഹമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന അർത്ഥത്തിലേക്കാണ് ബാക്കി 3 പഴഞ്ചൊല്ലുകളും വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ചില പഴഞ്ചൊല്ലുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ കടന്നു പോകാവുന്നതാണ്. ഒത്തൊരുമയുണ്ടെങ്കിൽ അല്ലെ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട് അല്ലെ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കാറുണ്ട്. ഒരിക്കലത് വേറൊരു തരത്തിൽ ചോദ്യം വന്നിരുന്നു. അതായത് ചോദ്യം ഇങ്ങനെയായിരുന്നു: ഐകമത്യം മഹാബലം, ഐകമത്യം മഹാബലം, ഇതിന് സമാനമായ
ഇംഗ്ലീഷ് ശൈലി ഏത് എന്നൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിരുന്നു. ഉത്തരം എന്താണ്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത് ആണ് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദം ഏത്? നോക്കിക്കേ, മഴക്കാലം എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്? മഴ അധികം കാലം. അപ്പോ കാ എന്ന വർണ്ണം ഇരട്ടിച്ചത് കൊണ്ട് ദ്വിത്വസന്ധിയാണ്. പിൽക്കാലം എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? പിൻ അധികം കാലമാണ്. ഇവിടെ ന എന്ന ശബ്ദം പോയിട്ട് ഇൽ എന്ന ശബ്ദം വരികയും ചെയ്തു, കാ എന്ന വർണ്ണം ഇരട്ടിക്കുകയും ചെയ്തു. അപ്പോ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നാൽ തന്നെ അത് എന്തിന് ഉദാഹരണമാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. വാഴ അധികം കുലയാണ് വാഴക്കുല. അവിടെയും എന്ത് സംഭവിച്ചിരിക്കുന്നു? കാ എന്ന വർണ്ണം ഇരട്ടിച്ചിരിക്കുന്നു, ദ്വിത്വസന്ധി തന്നെ. വള്ളിക്കെട്ട്, വള്ളി അധികം കെട്ടാണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെയും സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഉത്തരപദത്തിന്റെ ആദിയിലുള്ള വർണ്ണം ഇരട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഓപ്ഷൻ എയും സിയും ഡിയും ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. പക്ഷേ ഓപ്ഷൻ ബി പിൽക്കാലം മാത്രം എന്തിനുദാഹരണം? ആദേശ സന്ധിക്ക് ഉദാഹരണം. നോക്കിക്കേ, ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ആദേശ സന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. വേൾ അധികം തു, വേട്ടു. കണ്ടോ, ഇവിടെ എന്ന ശബ്ദവും താ എന്ന ശബ്ദവും പോയിട്ട് ഇരട്ടിച്ച ടകാരം വന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കേൾ അധികം തു, അവിടെയും ളായും തായും പോയിട്ട് ഇരട്ടിച്ച ത വന്നിരിക്കുന്നു. പക്ഷെ ഇത് ദ്വിത്വസന്ധിയല്ല, ആദേശ സന്ധിയാണ്. കന്മതിൽ നമ്മളിപ്പോ പിൽക്കാലം കണ്ടു അല്ലെ, അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കൽ അധികം മതിൽ ചേർത്തെഴുതുമ്പോ ലായുടെ സ്ഥാനത്ത് നാ വരുന്നു. പിൽക്കാലത്തിലും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? പിൻ അധികം കാലമാണ് എന്തായത്? പിൽക്കാലമായത് അല്ലെ, നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. പിൻ അധികം കാലം പിൽക്കാലമായിട്ട് മാറുന്നു. അവിടെ നാ ലായാകുന്നു, ഇവിടെ ലാ നായാകുന്നു. നെന്മണിയിലും ഇത് തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത്. നെൽ അധികം മണി, ഇതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? നെന്മണിയാകുന്നത്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. മറ്റൊന്ന് നോക്കൂ, കൺ അധികം നീർ. പെട്ടെന്ന് നോക്കുമ്പോൾ ദ്വിത്വസന്ധിയാണെന്ന് തോന്നും. കാരണം എന്താ? ഇരട്ടിച്ച നഗാരമുണ്ട്. പക്ഷേ ഒരു നഗാരം പോയിട്ടാണ് ഒരു നഗാരം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ദ്വിത്വമല്ല, ആദേശമാണ്. കൺ അധികം തു ആണ് കണ്ടു എന്നാകുന്നത്. അപ്പൊ ഇവിടെയുള്ള താ എന്ന ശബ്ദം പോയിട്ട് ഡ എന്ന് പറഞ്ഞാൽ നായും ടായും ചേർന്നതാണ്. ടാ വന്നതുകൊണ്ട് ഇത് ആദേശ സന്ധി. കണ്ണീരിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് എണ്ണൂറിലും സംഭവിക്കുന്നത് അല്ലെ. എൺ അധികം 100, 800. ഇവിടെയുള്ള നാ പോയിട്ട് മറ്റൊരു നാ വന്നിരിക്കുന്നു, ആദേശ സന്ധി. വിൽ അധികം തു, വിറ്റു. ലായും തായും പോയിട്ട് ഇരട്ടിച്ച റകാരം വന്നതുകൊണ്ട് ആദേശ സന്ധി. മരം അധികം ഇൽ, മരത്തിൽ. പൂർവപദം അനുസ്വാരത്തിൽ അവസാനിക്കുകയും ഉത്തരപദം സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ ഇരട്ടിച്ച തകാരം ആഗമിക്കും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 1000 അധികം ആണ്ട്, ആയിരത്താണ്ട് അല്ലെ, അത് ഇത്തരത്തിൽ വരുന്നതാണ് കേട്ടോ. 1000 അധികം ആണ്ട്, ആയിരത്താണ്ട് എന്ന് പരീക്ഷയ്ക്ക് വരാറുണ്ടല്ലോ. അവിടെയും ഇത് തന്നെയാ സംഭവിക്കുന്നത്. അം പ്ലസ് ആ ചേർത്തെഴുതുന്നിടത്ത് ഇരട്ടിച്ച തകാരം വന്നിരിക്കുന്നു. നിങ്ങൾ എന്ന വാക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? നിൻ അധികം കൾ ആണ് എന്താകുന്നത്? നിങ്ങളാകുന്നത് കേട്ടോ. അതുപോലെ നൽ അധികം മ, നന്മയാകുന്നു. വെൾ അധികം മായാണ് വെണ്മ. വെൺ പ്ലസ് മായല്ല കേട്ടോ വെണ്മ, വെളുത്തത് എന്നുള്ള അർത്ഥത്തിൽ വെൾ പ്ലസ് മായാണ് വെണ്മയാകുന്നത്. അതുപോലെ കന്മദം, കൽ പ്ലസ് മതമാണ് കന്മദമാകുന്നത്. കന്മതിൽ സംഭവിക്കുന്നത് തന്നെയാണ് ആ കന്മദത്തിലും സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കവിൾത്തടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? ഗണ്ഡസ്ഥലം, ഗണ്ഡുകം, ഗണ്ഡാംഗം, ഗണ്ഡോലം. ഉത്തരം ഗണ്ഡസ്ഥലമാണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നോക്കിക്കേ. ഗണ്ഡകം എന്ന് പറഞ്ഞാൽ പരൽമീനിനെയാണ് വിളിക്കുന്നത്. നിലവിളക്ക് എന്നും അർത്ഥം വരുന്ന വാക്കാണ് എന്ത്? ഗണ്ഡകം എന്നുള്ളത്. ഗണ്ഡകി എന്ന വാക്കിന് കരിമ്പ് എന്നാണ് അർത്ഥം. ഒരു നദിയുടെ പേരുമുണ്ട്. കാളിഗണ്ഡകി എന്ന പേരില് നമ്മുടെ GR ഇന്ദുഗോപൻ ഒരു നോവലും എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ഗണ്ഡം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കവിൾത്തടമാണ് കേട്ടോ. കപോലം എന്ന് പറയുന്നതും കവിൾത്തടത്തിന്റെ പര്യായമാണ്.
ഗണ്ടു എന്ന് പറഞ്ഞാലോ തലയിണയാണ്. ഗണ്ടൂകം എന്ന വാക്കിന് നിലവിളക്കെന്നും പന്ത് എന്നും അർത്ഥമുണ്ട്. ഗണ്ടൂലം അല്ലെങ്കിൽ വക്രം എന്ന് പറഞ്ഞാൽ വളഞ്ഞത് എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. ഗണ്ടോളി എന്ന് പറഞ്ഞാലോ കടുന്നലിന്റെ പര്യായമാണ്. ഗണ്ടോലം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അല്ലെ, ഗണ്ടോലം. ഗണ്ടോലം എന്ന് പറഞ്ഞാൽ ഒരു കവിൾ നിറയെ, ഒരു കവിളിൽ കൊള്ളാവുന്ന അത്രയും എന്നുള്ള അർത്ഥത്തിലാണ് ഗണ്ടോലം എന്ന പദം ഉപയോഗിക്കുന്നത്. ഗണ്ടംഗം എന്ന് പറഞ്ഞാലോ ഗണ്ടാംഗം എന്നായിരുന്നു അല്ലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഗണ്ടാംഗമല്ല, ഗണ്ടംഗം എന്നാണ് പറയുന്നതെങ്കിൽ അത് കാണ്ടാമൃഗത്തിന്റെ പര്യായമാണ്. അടുത്ത ചോദ്യം ഇതാണ്, എരിതി എന്നിടത്ത് താ ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട്? എരിതി എന്നത് ക്രിയാധാതുവായതുകൊണ്ട്. നമുക്കറിയാം പൂർവപദം കേവല ധാതുവാണെങ്കിൽ അവിടെ ദ്വിത്വം സംഭവിക്കില്ല. പക്ഷേ സന്ധി എന്തായിരിക്കും? ദ്വിത്വസന്ധിയായിരിക്കും അല്ലെ. രാ പ്ലസ് പകൽ അല്ലെ, രാപകൽ. ഇവിടെ രണ്ട് കാരണം കൊണ്ടാ. പൂർവപദം കേവല ധാതുവുമാണ്, അതുപോലെ തന്നെ ദ്വന്ദ്വ സമാസവുമാണ്. അതുകൊണ്ട് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല. അതുപോലെ കൺ അധികം പീലി എന്താകുന്നു? കൺപീലിയാകുന്നു അല്ലെ, കൺപീലി. കൺ എന്നുള്ളത് എന്തായതുകൊണ്ട്? കേവല ധാതുവായതുകൊണ്ട്. മൺചട്ടി, മൺ അധികം ചട്ടി, മൺചട്ടി. കണ്ടോ, ഇവിടങ്ങളിൽ ഒന്നും തന്നെ ഇരട്ടിപ്പ് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? പൂർവപദം വാക്കിന്റെ മൂലരൂപമായ അല്ലെങ്കിൽ സ്വതന്ത്ര അർത്ഥമില്ലാത്ത കേവല ധാതുവായതുകൊണ്ടാണ്. മറ്റുള്ള അപവാദങ്ങൾ ഏതൊക്കെയാ നോക്കിക്കേ. ഒന്ന്, ഉത്തരപദത്തിന്റെ ആദിയിൽ ശിഥിലവർണം വന്നാൽ ദ്വിത്വം സംഭവിക്കില്ല. അനുനാസികങ്ങൾ ങഞണനമ യാരാലാവാൾ ആഴാറ 7 മധ്യമങ്ങൾ ഹ എന്ന ഘോഷി, ഈ 13 വർണ്ണങ്ങളെയും ചേർത്താണ് ശിഥിലവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. സന്ധി സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ശിഥിലവർണ്ണമാണ് രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നതെങ്കിൽ അവിടെ ഇരട്ടിപ്പ് സംഭവിക്കില്ല. പക്ഷെ സന്ധി എന്തായിരിക്കും? ദ്വിത്വസന്ധിയായിരിക്കും അല്ലെ. പുലി അധികം മുരുകൻ ചേർത്തെഴുതുമ്പോ പുലിമുരുകൻ എന്ന് കിട്ടുന്നു. എന്തുകൊണ്ടാണ് മാ ഇരട്ടിക്കാത്തത്? മാ ശിഥിലവർണ്ണമായതുകൊണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മുല്ലവള്ളി കേട്ടോ, മുല്ല അധികം വള്ളി. കണ്ടോ, വാ എന്ന ശബ്ദം എന്താണ്? വാ എന്നുള്ളത് മധ്യമമാണ്, മധ്യമം ശിഥിലമാണ്, അതുകൊണ്ട് ഇരട്ടിപ്പ് സംഭവിക്കില്ല. പിന്നെയും നമുക്ക് വെള്ളി നാണയം അല്ലെ, വെള്ളി അധികം നാണയം. കണ്ടോ, ഉത്തരപദത്തിന്റെ ആദിയിൽ നാ എന്ന അനുനാസികം വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? ചേർത്തെഴുത്തിൽ ഇരട്ടിപ്പ് സംഭവിക്കില്ല. പക്ഷേ സന്ധി എന്തായിരിക്കും? ദ്വിത്വസന്ധി ആയിരിക്കും കേട്ടോ. മറ്റൊരു അപവാദമാണ് ഏത്? ദ്വന്ദ്വ സമാസത്തിൽ ദ്വിത്വം സംഭവിക്കില്ല. പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. നോക്കിക്കേ, ഇടി അധികം മിന്നൽ. കണ്ടോ, ഇടിമിന്നൽ. ഇവിടെ ഉത്തരപദത്തിന്റെ ആദിയിൽ ശിഥിലവർണ്ണവുമാണ്, അതുപോലെ തന്നെ ദ്വന്ദ്വ സമാസവുമാണ്. പിന്നെ നമുക്ക് എന്തു പറയാം? രാപകൽ ഇവിടെ വരും കേട്ടോ, അപ്പുറത്ത് എഴുതിയതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. രാപകലും ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്. മറ്റൊന്ന്, കൈ അധികം കാലുകൾ. കൈക്കാലുകൾ എന്നല്ലല്ലോ പറയുന്നേ, കൈകാലുകൾ എന്നാണ് പറയുന്നത് അല്ലെ. കൈകാലുകൾ. കണ്ടോ, ഇവിടെയും ഇരട്ടിപ്പ് സംഭവിക്കാത്തത് ദ്വന്ദ്വ സമാസമായതുകൊണ്ടാണ്. പൈദാഹം, വിശപ്പും ദാഹവും എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ഇവിടെയും ഇരട്ടിപ്പ് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ദ്വന്ദ്വ സമാസമായതുകൊണ്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കേവലധാതുവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കട പ്ലസ് കോൽ, കടകോൽ കേട്ടോ. അതുപോലെ അരകല്ല്, ഇതൊക്കെ ഈ അപവാദ പ്രകാരമാണ് ഇരട്ടിപ്പ് സംഭവിക്കാതിരിക്കുന്നത് കേട്ടോ. നാലാമതായി ഒരു അപവാദം കൂടിയുണ്ട്. അലുപ്ത സമാസത്തിൽ ദ്വിത്വം സംഭവിക്കില്ല. ലിംഗവചന പ്രത്യയങ്ങൾ ലോപിച്ചു പോകാത്ത സമാസം അലുപ്ത സമാസം. നോക്കിക്കേ, അപ്പൂപ്പൻ അധികം താടി ചേർത്തെഴുതുമ്പോ അപ്പൂപ്പൻ താടി. അൻ എന്ന പുല്ലിംഗ പ്രത്യയം ലോപിച്ചു പോകാത്തത് കൊണ്ട് ഇത് അലുപ്ത സമാസത്തിന് ഉദാഹരണമാണ്. പിന്നെ നമുക്ക് എന്തു പറയാം? ഉംബർഗോൻ അല്ലെ, ദേവന്മാരുടെ രാജാവ്. ഉംബൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്, ഉംബർ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്.
കോൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്. അപ്പൊ ഉംബർകോൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ പര്യായമാണ്. അർ എന്ന വചനപ്രത്യയം ലോപിച്ചു പോകാത്തത് കൊണ്ട് അലുപ്ത സമാസം. പിന്നെ മലമകൾ ചരണം, മലമകൾ അധികം ചരണം. ഇവിടെ മകൾ എന്ന് പറയുന്നിടത്ത് അൾ എന്ന സ്ത്രീലിംഗ പ്രത്യയം ലോപിച്ചു പോകുന്നില്ല. സമസ്ത പദത്തിലും നമുക്ക് എന്ത് കാണാം? അൾ എന്ന സ്ത്രീലിംഗ പ്രത്യയം കാണാം. അതുകൊണ്ട് ഇതും അലുപ്ത സമാസത്തിന് ഉദാഹരണം. അതുകൊണ്ട് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല. പക്ഷേ സന്ധി ഏതാണ്? ദ്വിത്വസന്ധിയാണ്. ഇങ്ങനെ 4 അപവാദങ്ങളാണ് ദ്വിത്വസന്ധിക്ക് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ജീവിതയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ എന്തിനെ കുറിച്ചാ പറയുന്നേ? ജീവിതത്തെ കുറിച്ചാ പറയുന്നേ. അപ്പൊ വിശേഷ്യം ആദ്യം വന്നിരിക്കുന്നു, യാത്ര എന്ന വിശേഷണം രണ്ടാമത് വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ വിശേഷണം ആദ്യവും വിശേഷ്യം രണ്ടാമതുമാണ് വരുന്നത്. നേരെ തിരിച്ച്, അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പോലെ വിശേഷ്യം ആദ്യവും വിശേഷണം രണ്ടാമതും വന്നാൽ വിഗ്രഹിക്കുന്നത് ആകുന്ന എന്ന പദം വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജീവിതയാത്ര എന്താകുന്നത്? ജീവിതമാകുന്ന യാത്രയാകുന്നത് കേട്ടോ. ജീവിതപാതയും ഇതുപോലെ തന്നെയാണ്. നോക്കിക്കേ, ജീവിതപാത, ജീവിതമാകുന്ന പാത. ഹൃദയ സരസ്, ഹൃദയമാകുന്ന സരസ്. പ്രണയപുഷ്പം, പ്രണയമാകുന്ന പുഷ്പം. മിഴിപ്പൂക്കൾ, മിഴികളാകുന്ന പൂക്കൾ. കരാരവിന്ദം, കരമാകുന്ന അരവിന്ദം. പാദപത്മം, പാദങ്ങളാകുന്ന പത്മം. തേൻമൊഴി, നോക്കിക്കേ, കണ്ടോ, ഇവിടെ തേനിനെ കുറിച്ചാണോ പറയുന്നേ? അല്ല, മൊഴി, വാക്കിനെ കുറിച്ചാ പറയുന്നത്. എങ്ങനെയുള്ള വാക്കാണ്? തേൻ പോലെ മധുരിക്കുന്ന വാക്കാണ് അല്ലെ. അപ്പൊ തേൻ പോലുള്ള മൊഴിയാണ്. അവിടെ വിശേഷണം ആദ്യം വന്നതുകൊണ്ട് ആകുന്ന എന്ന വാക്ക് വെച്ച് വിഗ്രഹിച്ചിരിക്കുന്നു. പൂവുടൽ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എന്തിനെ കുറിച്ചാ പറയുന്നേ? ഉടലിനെ കുറിച്ചാ പറയുന്നേ. എങ്ങനെയുള്ള ഉടലാണ്? പൂ പോലുള്ള ഉടലാണ്. അപ്പോ പൂവ് എന്ന വിശേഷണമാദ്യവും ഉടൽ എന്ന വിശേഷ്യം രണ്ടാമതും വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലുള്ള എന്ന വാക്ക് വെച്ചുകൊണ്ടേ വിഗ്രഹിക്കാൻ സാധിക്കൂ. പോലുള്ള എന്ന വാക്ക് വെച്ചുകൊണ്ടാണ് വിഗ്രഹിക്കുന്നതെങ്കിൽ അത് ഉപമാ തൽപുരുഷനും, ആകുന്ന എന്ന വാക്ക് വെച്ചുകൊണ്ടാണ് അത് വിഗ്രഹിക്കുന്നതെങ്കിൽ അത് രൂപക തൽപുരുഷനുമായിരിക്കും. മറ്റൊരു ചോദ്യം നോക്കാം. പെഡഗോഗിയുമായി ബന്ധപ്പെട്ടാണ്. വിലയിരുത്തൽ പ്രക്രിയയിൽ സാമൂഹിക വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തി മൂല്യനിർണയം ചെയ്യുന്ന ശേഷി ഏതാണ്? സഹഭാവം അഥവാ എമ്പതിയാണ്. നമുക്ക് നോക്കാം. വൈജ്ഞാനിക മേഖലയെ പോലെ തന്നെ പ്രധാനമാണ് സാമൂഹിക വൈകാരിക മേഖലയിലെയും വിലയിരുത്തൽ. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലീവ് ടുഗദർ, ലേണിംഗ് ടു ബി എന്നിവയുമായി ബന്ധപ്പെട്ട നൈപുണികളാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന നൈപുണികൾ വിലയിരുത്തപ്പെടണം. എന്തൊക്കെയാ? ആശയവിനിമയ ശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, വ്യക്ത്യന്തര നൈപുണി അഥവാ ഇന്റർപേഴ്സണൽ സ്കില്ല്, സഹഭാവം അഥവാ എമ്പതി, വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ അഥവാ കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, മാനസിക സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടൽ അഥവാ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. തീർന്നിട്ടില്ല. പ്രശ്നപരിഹരണ ശേഷി അഥവാ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, തീരുമാനമെടുക്കൽ അഥവാ ഡിസിഷൻ മേക്കിംഗ്, വിമർശനാത്മക ചിന്ത അഥവാ ക്രിറ്റിക്കൽ തിങ്കിങ്, സർഗാത്മക ശേഷി അഥവാ ക്രിയേറ്റീവ് തിങ്കിങ് സ്കിൽസ്, സ്വയാവബോധം അഥവാ സെൽഫ് അവയർനെസ്. ഇത്രയും കാര്യങ്ങളാണ് വൈകാരിക ബുദ്ധിയിൽ പരിഗണിക്കപ്പെടേണ്ടത് കേട്ടോ. വൈകാരിക സാമൂഹിക മേഖലയിൽ പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് 10 കാര്യങ്ങളെയാണ് പരിഗണിക്കേണ്ടത്. അതിൽ ഓപ്ഷനിലുള്ളത് ഏത് മാത്രമാണ്? സഹഭാവം അഥവാ എമ്പതിയാണ്. അതാണ് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞത്. വൈജ്ഞാനിക മേഖലയിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ് ഇവിടെയും വിലയിരുത്തൽ നിർവഹിക്കുന്നത്. അതത് വിഷയങ്ങളുടെ പ്രക്രിയാ വിലയിരുത്തലിന്റെ ഭാഗമായി ഈ വിലയിരുത്തലും നിർവഹിക്കേണ്ടതാണ്. ഇവിടെ പ്രക്രിയാശേഷി വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ കൂടി നടക്കേണ്ടതുണ്ട്. സാമൂഹിക വൈകാരിക മേഖലയിലെ പഠിതാവിന്റെ മികവിനെ സംബന്ധിക്കുന്ന ഗുണപരമായ ഇനങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ഓരോ പഠിതാവിന്റെയും ഗുണപരമായ നൈപുണികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ മികവുകൾ ടീച്ചർ പ്ലാനിലും രേഖപ്പെടുത്താവുന്നതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ.
പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത നിരീക്ഷണമേത് എന്നാണ് ചോദ്യം കേട്ടോ. വസ്തുതകളും പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്നതും സംയോജിപ്പിക്കുന്നതിനും വിഷമം നേരിടുന്നു, വേഗത്തിൽ വൈകാരിക സംഘർഷങ്ങൾക്ക് അടിമപ്പെടുന്നു, ഏകാഗ്രത ഇല്ലായ്മ, സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ദർശിക്കാൻ കഴിയില്ല. അത് തെറ്റാണ് അല്ലെ? തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാകും? സംസാരിക്കുന്നതിനും പഠിക്കുന്നതിനും കാര്യമായ ന്യൂനതകൾ, പല തരത്തിലുള്ള ന്യൂനതകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നോക്കിക്കേ, മസ്തിഷ്കത്തിന് ആശയങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും മറ്റും തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇത് അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഗണിതശാസ്ത്ര സംബന്ധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവ് കുറവായിരിക്കും. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നീ അസ്വസ്ഥതകൾ പഠന വൈകല്യത്തിന്റെ ഭാഗമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഡിസ്ലെക്സിയ? വായിക്കാനുള്ള പ്രയാസവും സംസാര ശബ്ദങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ. വാക്കുകളും അക്ഷരങ്ങളും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാകാത്ത ഈ അവസ്ഥ വായനാ വൈകല്യം എന്നും അറിയപ്പെടുന്നു. ഇത് മസ്തിഷ്കത്തിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഭാഗത്തെയാണ് ബാധിക്കുക. മറ്റൊരു വൈകല്യമാണ് ഡെവലപ്മെന്റ് ഓഫ് കോർഡിനേഷൻ ഡിസോർഡർ അഥവാ DCD. ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഡിസ്പ്രാക്സിയ. ഇത് ശാരീരികമായ കോർഡിനേഷനെയാണ് ബാധിക്കുന്നത്. പ്രായത്തിൽ കുറഞ്ഞ മസ്തിഷ്ക പ്രവർത്തനവും ശാരീരിക പ്രവർത്തനവും ഒപ്പം ഊർജമില്ലായ്മയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. മറ്റൊന്നാണ് ഡിസ്കാൽക്കുലിയ. കാൽക്കുലിയ അല്ലെ? പേര് കേൾക്കുമ്പോൾ തന്നെ കാൽക്കുലേഷൻ, ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നു. ഈ വൈകല്യമുള്ളവർ ഗണിതത്തിൽ പിറകോട്ടായിരിക്കും. ഇവർക്ക് ചെറുതും വലുതും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ ചെയ്യാൻ ഇവർ കൂടുതൽ സമയമെടുക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ഒന്നുകൂടിയുണ്ട് ഡിസ്ഗ്രാഫിയ. ഗ്രാഫ് അല്ലെ? ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോ എഴുതാനുള്ള കഴിവിനെ ബാധിക്കുന്ന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. അക്ഷരത്തെറ്റ്, വേഗത്തിൽ എഴുതാൻ പ്രയാസം, വാക്കുകൾ തമ്മിലുള്ള അകലം അറിയാതിരിക്കുക എന്നിവ പ്രായഭേദമന്യേ ഈ അവസ്ഥയുള്ളവരിൽ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ 4 തരം പഠന വൈകല്യങ്ങളെയാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാറുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നതും മിക്കവാറും ഈ 4 പഠന വൈകല്യങ്ങളെ അധികരിച്ചാണ്. അടുത്ത ചോദ്യം, ജ്ഞാനനിർമ്മിതി സങ്കല്പം അനുസരിച്ചുള്ള കവിതാസ്വാദന പ്രക്രിയയിൽ പ്രസക്തമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്. കവിതയുടെ ആശയം ആദ്യം അധ്യാപകൻ വിശദീകരിച്ചു കൊടുക്കുന്നു. അതോടുകൂടി കുട്ടികളുടെ ചിന്താഗതി അല്ലെങ്കിൽ ചിന്തിക്കേണ്ട രീതി അവിടം കൊണ്ട് അടഞ്ഞു പോവുകയാണ് അല്ലെ? അധ്യാപകൻ ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അധ്യാപകൻ പറഞ്ഞതിനപ്പുറം ഒരു അപ്പീലില്ലല്ലോ എന്ന ചിന്താഗതിയിലേക്ക് കുട്ടികൾ പോകുകയും അവരുടെ സ്വതന്ത്രമായ ചിന്ത അവിടം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ജ്ഞാനനിർമ്മിതി സങ്കല്പത്തിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കവിതയുടെ ആശയം ആദ്യം അധ്യാപകൻ വിശദീകരിച്ചു കൊടുക്കുക എന്നത്. അടുത്ത ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതി ഏത്? എം മുകുന്ദൻ രചിച്ച നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില നോവലുകൾ നമുക്കൊന്ന് കാണാം. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. 1889 ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. CV രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ രചിച്ചത്. പ്രസിദ്ധീകരിച്ചത് 2 കൊല്ലത്തിന് ശേഷം 1891. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏത്? പാറപ്പുറമാണ് കേട്ടോ. കെ നാരായണ ഗുരുക്കൾ രചിച്ച പാറപ്പുറമാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ. പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്നത് KE മത്തായി ആണ് കേട്ടോ. ഇത് പക്ഷേ നോവലിന്റെ പേരാണ് പാറപ്പുറം. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലിന്റെ പേരാണ് ഏത്? ഭാസ്കരമേനോൻ. എഴുതിയത് ആരാണ്? അപ്പൻ തമ്പുരാനാണ് കേട്ടോ. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ അല്ലെങ്കിൽ ഈ നോവൽ എന്നറിയപ്പെടുന്നത് എം മുകുന്ദന്റെ നൃത്തം എന്ന നോവലാണ്. അതുപോലെ മറ്റൊന്ന് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഇതാണ് എന്റെ പേര്. എഴുതിയത് സക്രിയ എന്ന പോൾ സക്രിയയാണ്. അപ്പോ ഈ അവസാന ഘട്ടം
അല്ലെ റിവിഷൻ ഫൈനൽ ടച്ചപ്പ് എന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഏതാനും ചോദ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. പല കാര്യങ്ങളും പറയാത്ത പല കാര്യങ്ങളും ഇതിനോടൊപ്പം നിങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.